جهنم مهاد ومن فوقهم غواش وكذلك نجزي الظالمين. അവർക്ക് തീയാലുള്ള മെത്തകളുണ്ടായിരിക്കും, മീതെ തീയാൽ തന്നെയുള്ള പുതപ്പുകളും. ഇതാകുന്നു നാം ധിക്കാരികൾക്ക് നൽകുന്ന ശിക്ഷ. والذين آمنوا وعملوا الصالحات لا نكلف نفسا إلا وسعها أولئك أصحاب الجنة هم فيها خالدون. നേരെ മറിച്ച് നമ്മുടെ സൂക്തങ്ങളിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരുണ്ടല്ലോ, അവർ സ്വർഗാവകാശികളാകുന്നു, അതിലവർ എന്നെന്നും വസിക്കുന്നവരാകുന്നു. സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ ഓരോരുത്തരിലും അവരവരുടെ കഴിവിനനുസരിച്ച ഉത്തരവാദിത്വങ്ങളെ നാം ചുമത്തുന്നുള്ളൂ. وَنَزَعْنَا مَا فِي صُدُورِهِم مِّنْ غِلٍّ تَجْرِي مِن تَحْتِهِمُ الْأَنْهَارُ وَقَالُوا الْحَمْدُ لِلَّهِ الَّذِي هَدَانَا لِهَذَا وَمَا كُنَّا لِنَهْتَدِيَ لَوْلَا أَنْ هَدَانَا اللَّهُ لقد جاءت رسل ربنا بالحق ونودوا أن تلكم الجنة أورثتموها بما كنتم تعملون. സ്വർഗവാസികളുടെ ഹൃദയങ്ങളിലുള്ള പരസ്പര വിദ്വേഷങ്ങളെ നാം നീക്കിക്കളയും. അവർക്ക് താഴെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അവർ പറയും, നമുക്ക് ഈ മാർഗം കാണിച്ചു തന്നവനായ ദൈവത്തിന് മാത്രമാകുന്നു സ്തോത്രം. ദൈവം നമുക്ക് മാർഗദർശനം നൽകിയിരുന്നില്ലെങ്കിൽ നാം സ്വയം സന്മാർഗം പ്രാപിക്കാൻ കഴിവുള്ളവരായിരുന്നില്ല. നമ്മുടെ നാഥനാൽ നിയുക്തരായ ദൂതന്മാർ സത്യവുമായി തന്നെ വന്നവരായിരുന്നു. ഈ സന്ദർഭത്തിൽ വിളംബരമുണ്ടാകും. നിങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന കർമ്മങ്ങൾക്ക് പകരമായി ഈ സ്വർഗം നിങ്ങൾക്ക് അവകാശപ്പെടുത്തി തന്നിരിക്കുന്നു. അതായത്, ഐഹിക ജീവിതത്തിൽ ആ സജ്ജനങ്ങൾ തമ്മിൽ വല്ല വിദ്വേഷമോ അസ്വാരസ്യമോ തെറ്റിദ്ധാരണകളോ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ പരലോകത്ത് അത് ദൂരീകരിക്കപ്പെടും. അവർ മാനസികമായി പരസ്പരം ഇണങ്ങും. ആത്മസുഹൃത്തുക്കളായിട്ടാണ് സ്വർഗപ്രവേശം ചെയ്യുക. ആർക്കും ആരോടും നീരസമില്ല. തന്നെ വിമർശിച്ചിരുന്നവരും തന്നോട് പോരടിച്ചിരുന്നവരുമായ ആളുകൾ ഇന്നിപ്പോൾ തന്റെ കൂടെ ഈ വിരുന്നിൽ പങ്കുകൊള്ളുന്നുവല്ലോ എന്ന അസ്വാസ്ഥ്യം ഒരാൾക്കുമുണ്ടാവില്ല. ഈ ഖുർആൻ സൂക്തം പാരായണം ചെയ്തുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അല്ലാഹു എന്റെയും ഉസ്മാൻ, ത്വൽഹത്ത്, സുബൈർ എന്നിവരുടെയും മനസ്സുകൾ പരസ്പരം ഇണക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ഈ വാക്യത്തെ കൂടുതൽ വിശാലമായി വീക്ഷിക്കുകയാണെങ്കിൽ ഒരു നിഗമനത്തിലെത്താവുന്നതാണ്. അതായത്, ഇഹലോകത്ത് സജ്ജനങ്ങളുടെ ജീവിതത്തിൽ വല്ല കറയും പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കറയോടെയല്ല അല്ലാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. അതിനു മുമ്പായി അവന്റെ കാരുണ്യത്താൽ അവരെ തികച്ചും ശുദ്ധീകരിക്കുകയും അങ്ങനെ കറയറ്റ മനസ്സുമായി അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. കർമ്മങ്ങൾക്കു പകരം സ്വർഗം അവകാശപ്പെടുത്തി തരിക എന്നത് അത്യന്തം സരളമായ ഒരിടപാടാണ്. ഞങ്ങൾ പ്രവർത്തിച്ചതിന് പകരമായി ഞങ്ങൾക്ക് സ്വർഗം കിട്ടേണ്ടതു തന്നെയായിരുന്നുവെന്ന് സ്വർഗവാസികൾ ഊറ്റം കൊള്ളുകയില്ല. മറിച്ച് അല്ലാഹുവിനുള്ള സ്തുതികീർത്തനങ്ങളിലും കൃതജ്ഞതയിലും അവർ വ്യാപൃതരായിരിക്കും. ഇതെല്ലാം അല്ലാഹുവിന്റെ ഔദാര്യം മാത്രം, അല്ലാതെ ഞങ്ങൾക്കെന്തർഹത എന്നാണവർ പറയുക. അല്ലാഹുവാകട്ടെ തന്റെ ഔദാര്യം എടുത്തു പറയുന്നില്ല. അവന്റെ അരുളപ്പാട് ഇതായിരിക്കും: നിങ്ങളുടെ മഹത്തായ സേവനങ്ങൾക്ക് പകരമായി ലഭിച്ചതാണ് ഈ പദവി. ഇത് നിങ്ങളുടെ പ്രവർത്തന ഫലമാകുന്നു. ഭിക്ഷയോ ഔദാര്യമോ അല്ല, മറിച്ച് പ്രയത്നത്തിന്റെ പ്രതിഫലമാണ്. പ്രതിപാദന ശൈലി കൊണ്ട് ഈ ആശയം കൂടുതൽ സുന്ദരമായിരിക്കുന്നു. അതായത്, അല്ലാഹു ഇപ്രകാരം പ്രത്യുത്തരം ചെയ്യും എന്ന് തെളിയിച്ചു പറയാതെ അങ്ങേയറ്റം മാന്യതയോടുകൂടിയ ശൈലിയിൽ വിളംബരമുണ്ടാകും എന്നേ പറയുന്നുള്ളൂ.
അള്ളാഹുവും അവന്റെ ഉത്തമദാസന്മാരും തമ്മിൽ ദുനിയാവിലുള്ള അവസ്ഥയും ഇതുതന്നെയാകുന്നു. അക്രമികൾക്ക് ദുനിയാവിൽ വല്ല അനുഗ്രഹവും ലഭിക്കുമ്പോൾ അവർ അഹങ്കരിക്കുന്നു. ഇത് ഞങ്ങളുടെ യോഗ്യത കൊണ്ടും ശ്രമഫലമായും ഉണ്ടായതാണ്. ഓരോ അനുഗ്രഹം ലഭിക്കുമ്പോഴും അവർ പൂർവോപരി അഹങ്കാരികളും നാശകാരികളുമായിത്തീരും. സജ്ജനങ്ങളാകട്ടെ വല്ല അനുഗ്രഹവും ലഭിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ ഔദാര്യമാണെന്ന് മനസ്സിലാക്കി നന്ദി പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുക. അവർ എത്ര കണ്ട് അനുഗ്രഹിക്കപ്പെടുന്നുവോ അത്ര കണ്ട് വിനീതരും കൃപാലുക്കളും ഉദാരമതികളുമായിത്തീരും. പരലോകത്തിന്റെ കാര്യത്തിലും ഇതുതന്നെയായിരിക്കും അവരുടെ നിലപാട്. അതായത് സൽക്കർമ്മത്തിന്റെ പേരിൽ ഉറപ്പായും മോക്ഷം ലഭിക്കുമെന്ന് അഹങ്കരിക്കുകയില്ല. മറിച്ച് സ്വന്തം ന്യൂനതകളെയും വീഴ്ചകളെയും കുറിച്ച് മാപ്പിരന്നുകൊണ്ടിരിക്കും. കർമ്മഫലത്തിലല്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തിലാണ് അവർ പ്രതീക്ഷകൾ അർപ്പിക്കുക. തങ്ങളുടെ ജീവിത റെക്കോർഡിൽ കിട്ടാനൊന്നുമില്ലാതെ കൊടുക്കാൻ മാത്രമായിരിക്കുമോ എന്ന് സദാ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നബി തിരുമേനി അരുൾ ചെയ്യുന്നു, അറിഞ്ഞുകൊള്ളുക, നിങ്ങളിലൊരുത്തനും തന്റെ കർമ്മം കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. ശിഷ്യന്മാർ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, താങ്കളും അങ്ങനെയാണോ? അവിടുന്ന് പ്രതിവചിച്ചു, അതെ, ഞാനും. അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ തുണച്ചെങ്കിലല്ലാതെ. ونادى أصحاب الجنة أصحاب النار أن قد وجدنا ما وعدنا ربنا حقا فهل وجدتم ما وعد ربكم حقا قالوا نعم فأذن مؤذن بينهم اللعنة الله على الظالمين. അനന്തരം സ്വർഗസ്ഥരായവർ നരകക്കാരോട് വിളിച്ചു ചോദിക്കും, ഞങ്ങളുടെ റബ്ബ് ചെയ്ത വാഗ്ദാനങ്ങളെല്ലാം ഞങ്ങളിൽ പുലർന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ചെയ്ത വാഗ്ദാനങ്ങൾ നിങ്ങളിലും പുലർന്നുവോ? അവർ മറുപടി നൽകും, അതെ. അപ്പോൾ അവർക്കിടയിൽ ഒരു വിളംബരക്കാരൻ വിളിച്ചു പറയും, ധർമ്മധിക്കാരികൾക്ക് അള്ളാഹുവിന്റെ നാശം. الذين يصدون عن سبيل الله ويبغونها عوجا وهم بالآخرة كافرون. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വിലക്കുകയും അതിനെ വക്രീകരിക്കാൻ ശ്രമിക്കുകയും പരലോകത്തെ നിഷേധിക്കുകയും ചെയ്തവരാണവർ. وبينهما حجاب وعلى الأعراف رجال يعرفون كلا بسيماهم ونادوا أصحاب الجنة أن سلام عليكم لم يدخلوها وهم يطمعون. ഈ രണ്ടു കൂട്ടർക്കുമിടയിൽ ഒരു ഭിത്തിയുണ്ടായിരിക്കും. അതിന്റെ ഉയരങ്ങളിൽ ചില മനുഷ്യരുമുണ്ടാകും. അവർ എല്ലാവരെയും അവരുടെ അടയാളങ്ങൾ വഴി തിരിച്ചറിയുന്നു. സ്വർഗസ്ഥരോടായി അവർ വിളിച്ചു പറയും, നിങ്ങൾക്ക് സമാധാനം ഭവിക്കട്ടെ. ഇക്കൂട്ടർ ഇനിയും സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ലാത്തവരും എന്നാൽ അത് കൊതിച്ചുകൊണ്ടിരിക്കുന്നവരുമായിരിക്കും. ജീവിതത്തിന്റെ രചനാത്മക വശം സ്വർഗം നേടിക്കൊടുക്കാൻ മാത്രം പ്രബലമല്ല. നിഷേധാത്മക വശമാകട്ടെ നരകാഗ്നിയിൽ വലിച്ചിടാൻ മാത്രം വഷളായതുമല്ല. അങ്ങനെയുള്ളവരത്രേ ആറാഫുകാർ. സ്വർഗനരകങ്ങൾക്ക് മധ്യേ ഒരതിർത്തി പ്രദേശത്താണ് അവർ ഉണ്ടായിരിക്കുക. وَإِذَا صُرِفَتْ أَبْصَارُهُمْ تِلْقَاءَ أَصْحَابِ النَّارِ قَالُوا رَبَّنَا لَا تَجْعَلْنَا مَعَ الْقَوْمِ الظَّالِمِينَ. അവരുടെ ദൃഷ്ടികൾ നരകക്കാരുടെ നേരെ തിരിഞ്ഞാൽ അവർ പറയും, നാഥ, ഞങ്ങളെ ഈ ധിക്കാരികളായ ജനങ്ങളിൽ പെടുത്തരുതേ. ونادى أصحاب الأعراف رجالا يعرفونهم بسيماهم قالوا ما أغنى عنا
عنكم جمعكم قالوا ما أغنى عنكم جمعكم وما كنتم تستكبرون. പിന്നീട് ഈ ഉയരങ്ങളിലുള്ളവർ നരകക്കാരിൽ ചില വമ്പന്മാരെ അവരുടെ ലക്ഷണങ്ങളാൽ തിരിച്ചറിഞ്ഞുകൊണ്ട് വിളിച്ചു പറയും, നിങ്ങളുടെ സംഘബലം ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ചെയ്തില്ലല്ലോ. നിങ്ങൾ വലിയ കാര്യമാക്കി നിഗളിച്ചിരുന്ന സാധന സാമഗ്രികളും പ്രയോജനപ്പെട്ടില്ല. الذين أقسمتم لا ينالهم الله برحمة ادخلوا الجنة لا خوف عليكم ولا أنتم تحزنون. ദിവ്യാനുഗ്രഹത്തിൽ നിന്ന് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്ന് ആരെക്കുറിച്ച് നിങ്ങൾ ആണയിട്ട് പറഞ്ഞിരുന്നുവോ അവർ തന്നെയല്ലേ ഈ സ്വർഗസ്ഥരായിട്ടുള്ളവർ. ഇന്ന് അവരോട് പറയപ്പെട്ടിരിക്കുന്നു, സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുവിൻ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല. ونادى أصحاب النار أصحاب الجنة أن أفيضوا علينا من الماء أو مما رزقكم الله قالوا إن الله حرمهما على الكافرين. നരകവാസികൾ സ്വർഗവാസികളെ വിളിച്ചു കേണുകൊണ്ടിരിക്കും, ഇത്തിരി വെള്ളം ഞങ്ങൾക്ക് പകർന്നു തരേണമേ, അല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ആഹാരത്തിൽ നിന്ന് അല്പം എറിഞ്ഞു തരേണമേ. അവർ ഉത്തരം നൽകും, സത്യം നിഷേധിച്ചവർക്ക് അത് രണ്ടും അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. الذين اتخذوا دينهم لهوا ولعبا وغرتهم الحياة الدنيا فاليوم ننساهم كما نسوا لقاء يومهم هذا وما كانوا بآياتنا يجحدون. അതായത് മതത്തെ കളിയും തമാശയുമാക്കുകയും ഭൗതിക ജീവിതത്തിന്റെ പകിട്ടിൽ വഞ്ചിതരാവുകയും ചെയ്തവർക്ക് അവർ ഈ ദിനം നേരിടേണ്ടതിനെ വിസ്മരിക്കുകയും നമ്മുടെ സൂക്തങ്ങളെ നിഷേധിക്കുകയും ചെയ്തതുപോലെ ഇന്ന് നാം അവരെയും വിസ്മരിച്ചിരിക്കുന്നു എന്നത്രേ അല്ലാഹു അരുൾ ചെയ്യുന്നത്. സ്വർഗക്കാരും നരകക്കാരും അറാഫുകാരും തമ്മിൽ നടക്കുന്ന ഈ സംഭാഷണം വിവരിച്ചതിൽ നിന്ന് പരലോകത്ത് മനുഷ്യനുള്ള കഴിവുകൾ എത്രത്തോളമായിരിക്കുമെന്ന് ഏതാണ്ട് ഊഹിക്കാൻ കഴിയും. സ്വർഗം, നരകം, അറാഫ് എന്നീ വ്യത്യസ്ത ലോകങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവർക്ക് എപ്പോഴും പരസ്പരം നോക്കിക്കാണാൻ കഴിയും വിധം വലിയ അളവിലായിരിക്കും അവിടെ കണ്ണിന്റെ കാഴ്ച. അതുപോലെ അവിടെ അന്യോന്യം സംസാരിച്ചു കേൾപ്പിക്കാൻ തക്ക ശബ്ദവും ശ്രവണശക്തിയുമുണ്ടായിരിക്കും. പരലോകത്തെപ്പറ്റി ഖുർആനിൽ വന്ന ഈ പ്രസ്താവനയും ഇതുപോലുള്ള മറ്റ് പ്രസ്താവനകളുമുണ്ടല്ലോ. പരലോകത്തെ പ്രകൃതി ഐഹിക പ്രകൃതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ അവ തന്നെ മതിയാകും. നമ്മുടെ വ്യക്തിത്വങ്ങളാവട്ടെ ഇവിടത്തേതു തന്നെയാവും അവിടെയും. എന്നാൽ ഐഹിക ജീവിതത്തിലെ പരിമിത മാനദണ്ഡങ്ങളിൽ കവിഞ്ഞ ഒന്നും സങ്കൽപ്പിക്കാൻ സാധ്യമാവാത്ത വണ്ണം ഈ പ്രകൃതി ലോകത്തിന്റെ ചട്ടക്കൂട്ടിൽ ബന്ധിതമായ ചിലരുണ്ട്. അവർക്ക് ഖുർആന്റെയും ഹദീസിന്റെയും ഇത്തരം പ്രസ്താവനകൾ വിചിത്രമായി തോന്നുന്നു. പലപ്പോഴും അവർ അവയെ പുച്ഛിച്ചുകൊണ്ട് സ്വന്തം അല്പതരത്തിന് കൂടുതൽ തെളിവ് വെളിപ്പെടുത്താറുണ്ട്. എന്നാൽ ആ പാവങ്ങളുടെ തലച്ചോറ് പോലെ അത്ര സങ്കുചിതമല്ല ജീവിതത്തിന്റെ സാധ്യതകൾ എന്നതാണ് പരമാർത്ഥം. جهنم مهاد ومن فوقهم غواش